സങ്കീർത്തനം 119 അതിന്റെ 10. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. നിന്റെ കൽപ്പനകളെ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. നമ്മൾ ഒന്നും കൂടെ ഒന്ന് വായിക്കും. ആ സിസ്റ്റർ സഭാപ്രസംഗി 12:13 എടുക്കണം. സഭാപ്രസംഗി 12:13. നമ്മൾ ഇപ്പോൾ വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകളെ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരുത്. ഇന്നത്തെ എന്റെ മെസ്സേജ് ഇതാ: സീക്ക് ഗോഡ്, കീപ് ഗോഡ്സ് വേ. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുക. ഉറക്കെ പറ: ദൈവത്തെ അന്വേഷിക്കുക, അവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. സീക്ക് ഗോഡ്, കീപ് ഗോഡ്സ് വേ. ദൈവത്തെ അന്വേഷിക്കുക, അവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. ഈ സങ്കീർത്തനം 119:10 ഇവിടെ നിൽക്കുമ്പോൾ തന്നെ സഭാപ്രസംഗി 12:13 വായിക്കുന്നു, ശ്രദ്ധിക്കുക. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. എല്ലാത്തിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ, എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചേ. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ഒരു മിനിറ്റ്. ജ്ഞാനിയായ ശലോമോൻ രാജാവ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ മുമ്പിൽ താൻ എന്താഗ്രഹിച്ചോ അത് നേടാതിരുന്നിട്ടില്ല. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞ മനസ്സിലായി? എന്തു കൊതിയുണ്ടോ അത് നേടിയ മനുഷ്യൻ. ഒന്നും ബാക്കി വെച്ചില്ല. കണ്ണിന്റെ മുമ്പിൽ എന്ത് ഇമ്പമായി തോന്നിയോ എനിക്കത് വേണം, എനിക്കത് ആസ്വദിക്കണം എന്ന് തോന്നിയാൽ ആ തോന്നുന്നതിനെ പ്രാപിച്ച അനുഭവിച്ച മനുഷ്യനാണ് ജ്ഞാനിയായ ശലോമോൻ. താൻ സഭാപ്രസംഗിയിൽ എഴുതുമ്പോ തന്റെ ജീവിതത്തിന്റെ അവസാന നാളിൽ താൻ ഒരു കാര്യം മനസ്സിലായി: ഈ കണ്ടതെല്ലാം മായയാണ്. ഈ ഭൂമിയിൽ ഒറ്റ കാര്യത്തിനാണ് മനുഷ്യനായിരിക്കുന്നത്: എല്ലാത്തിന്റെയും സാരം കേൾക്കുക. എന്താ മാറ്റർ? ദൈവത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒറിജിനൽ പർപ്പസ് ഓഫ് ഹിസ് ക്രിയേഷൻ. ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം ക്രിയേറ്റ് ചെയ്തതിന്റെ, ജനിപ്പിച്ചതിന്റെ യഥാർത്ഥ പർപ്പസ്, യഥാർത്ഥ ഉദ്ദേശം ഒറ്റ കാര്യം: ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വാക്കിൽ അവനെ അനുസരിച്ച് അവന്റെ കൽപ്പനകളിൽ നടന്നുകൊള്ളുക. ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. The whole duty of every man. മനുഷ്യന്റെ ഡ്യൂട്ടി. നമുക്കെല്ലാം ജോലിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇന്ന് രാത്രി തൊട്ട് നാളെ രാവിലെ തൊട്ട് ഡ്യൂട്ടി ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്, പേരൻസിന് ഡ്യൂട്ടി ഉണ്ട്, മറ്റു ജോലിയിലായിരിക്കുന്നവർക്ക് രാവിലെ എഴുന്നേൽക്കണം, അതിന്റെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ ദൈവമനുഷ്യനായ ഈ മനുഷ്യൻ എന്ന വ്യക്തി, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് വ്യത്യസ്ത ഡ്യൂട്ടി. പക്ഷേ ഓരോ മനുഷ്യനും ഉള്ളൊരു ഡ്യൂട്ടി എന്താന്ന് ചോദിച്ചാൽ, നീ ജനിച്ചതിന്റെ, ക്രിയേറ്റ് ആയതിന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അന്വേഷിക്കുക, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുക. ഇതാണോ സകല മനുഷ്യർക്കും വേണ്ടത്. ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്നവർ പറയാം: എന്റെ ഡ്യൂട്ടി എന്താ പാസ്റ്ററെ, ബ്രദറെ? ഞാൻ എന്തിന് ഈ ഭൂമിയിലായിരിക്കുന്നു എന്ന ചോദ്യം പലരെയും പലപ്പോഴായി അലട്ടാറുണ്ട്. കാരണം ഈ ഭൂമിയിലെ ലോകപ്രകാരമുള്ള പല ഡ്യൂട്ടിയിലും പരാജയങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാവുന്ന ചോദ്യമുണ്ട്: ഞാൻ എന്തിനായി ഭൂമിയിലായിരിക്കുന്നു? പക്ഷേ ബൈബിൾ വിളിച്ചു പറയും, നിനക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താ? ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ വഴിയിൽ നടക്കുക. ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഡ്യൂട്ടി എന്താ? ഈ ഭൂമിയിലായിരിക്കുന്നത് ആരെ ഭയപ്പെടണം? ദൈവത്തെ. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സുവിശേഷത്തിൽ പറഞ്ഞു, നിന്റെ ശരീരത്തെ കൊല്ലുന്ന വ്യക്തിയെ നീ ഭയപ്പെടരുത്, അതിന്റെ അപ്പുറത്ത് നിന്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് കൊണ്ടിടാൻ കഴിയുന്ന ഒരുത്തനുണ്ട്, അവനെ ഭയപ്പെട്ട് നീ ജീവിക്കണം. ഭൂമിയിലുള്ള മറ്റവരെ സ്നേഹിക്കണം, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്, അത് ചെയ്യില്ലെന്നല്ല. പക്ഷേ നീ ആരെ റിയൽ ഭയപ്പെടണം? ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ, നിന്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് ഇടാൻ കഴിവുള്ള ഒരുത്തനുണ്ട്, അവനെ നീ എന്ത് ചെയ്യണം? ഭയപ്പെടണം. അതിന്റെ അർത്ഥം
ഈ ഭൂമിയിൽ നിന്നെ ഭയപ്പെടുത്തുന്ന മറ്റ് പലതിലും കുടുങ്ങി പോകരുത്. എന്തിനെതിരെ? ദൈവത്തെ ഭയപ്പെട്ട്. എന്തിന് താല്പര്യം കൊടുക്കണം? എന്താ ഡ്യൂട്ടി? അവന്റെ വഴിയിൽ നടക്കാൻ. ഇപ്പൊ നാളെ ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ, ഇവിടെ പഠിപ്പിക്കുന്നവരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റ് ഇതുണ്ട്, പല രീതിയിലുള്ളവരുണ്ട്. നമുക്ക് ആ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സാധാ സ്വയം വർക്കുണ്ട്, ഏത് വർക്ക് ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും എന്തുണ്ട്? അധ്വാനമുണ്ട്. എല്ലാത്തിനും അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. അപ്പൊ ആ ഡ്യൂട്ടി ചെയ്യാൻ നമ്മളൊരു താല്പര്യപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാകും. ഇതാണ് സകല മനുഷ്യർക്കും വേണ്ടത്. നമുക്കെല്ലാം വേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ ഭയപ്പെടുക, അവന്റെ വഴിയിൽ ആ കൽപ്പന വിട്ടുപോകാതെ അവന്റെ വഴിയിൽ നടക്കാൻ. അത് ഡ്യൂട്ടി ആയിട്ട് ഏറ്റെടുക്കുക. അവർക്ക് പറയാം, എന്റെ ഡ്യൂട്ടി ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അന്വേഷിക്കുക, അവന്റെ വഴിയിൽ എന്ത് ചെയ്യുക? നടക്കുക. അത് നമ്മുടെ സൈഡിൽ നിന്ന് ഡ്യൂട്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫർട്ടാണ്. സഹായിക്കാൻ ദൈവാത്മാവുണ്ട്, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കണം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കും, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കണം. ഒന്ന്, നമ്മൾ വായിച്ച 119 സങ്കീർത്തനം 10 വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നു. നമ്പർ 1, ദൈവത്തെ ഭയപ്പെടുന്നവനാണല്ലോ അവനെ അന്വേഷിക്കാൻ പോകുന്നത്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നു. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവനായി നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രയോറിറ്റി ആരെ അന്വേഷിക്കുന്നതായിരിക്കണം? ദൈവത്തെ അന്വേഷിക്കും. ബൈബിളിൽ മനോഹരമായ ഒരു വാക്കുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സങ്കീർത്തനം 14 കിടക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന അവനെ ആരാ പറയുന്നത്? അവനാരാ? ബുദ്ധിമാൻ. ലോകത്തിന്റെ കണ്ണിൽ ദൈവമായി ദൈവികമായി പോകുന്നതിനെ അയ്യേ എന്നും ഇച്ചീച്ചി എന്നും മൂടനെന്നും ഭോഷത്വമെന്നും ലോകം പറയുമ്പോ, ദൈവത്തിന്റെ കണ്ണിൽ, സ്വർഗീയ കണ്ണിൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരാ? ബുദ്ധിമാനാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ പഠനത്തിലോ ഏതെങ്കിലും വിഷയത്തിലോ വലിയ ബുദ്ധി ഇല്ലേലും ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവം അതിലാണോ നിനക്ക് ബുദ്ധിയുണ്ട്. കാരണം നിനക്കറിയാം, ഈ 70, 80, 90 വയസ്സുകൊണ്ട് തീരുന്ന ഈ ലോകത്തിന്റെ ജീവിതമല്ല, ഇതിന്റെ അപ്പുറത്ത് ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു നിത്യതയുടെ സംഭവം ഉണ്ടെന്നറിഞ്ഞ് ജീവനുള്ള മഹാദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന അവനാരാ? ബുദ്ധിമാൻ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇന്നൊരു ധൈര്യം ഉണ്ടാകണം. നമ്മൾ ആരാ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കി, അല്ലെങ്കിൽ തൊടാൻ പറ്റി തൊട്ടോ, അല്ലെങ്കിൽ പറ ഞാൻ ബുദ്ധിമാനാന്ന് പറഞ്ഞു. പിള്ളേർക്ക് പറയാനൊരു മടി, ഞാൻ ബുദ്ധിയുണ്ടോ എന്ന്. ബുദ്ധിയുണ്ട്. നീ റിയലി ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ സ്വർഗീയ കണ്ണിൽ നീ ബുദ്ധിമാനാണ്. ഒന്ന് ദിനവൃത്താന്തം 16:11, 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 11-ാം വാക്യം ബൈബിൾ പറയുന്നു, യഹോവയും അവന്റെ ശക്തിയെയും തേടുവിൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. എങ്ങനെ അന്വേഷിക്കണമെന്നാ? നിരന്തരം. 1 ദിനവൃത്താന്തം 16:11 വാക്ക് നിങ്ങൾ കുറിച്ചു വെക്കണം കേട്ടോ. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ചില വചനങ്ങളാണ്. യഹോവയും അവന്റെ ശക്തിയെയും തേടുവിൻ. Seek the Lord and his strength. Seek his face continually. യഹോവയും അവന്റെ ശക്തിയെ തേടുവിൻ, അവന്റെ മുഖത്തെ കേട്ടോ. ഈ ഭൂമിയിലായിരിക്കുന്നതിന്റെ സാരം എന്തിനെ തേടണം? ദൈവത്തിന്റെ ശക്തിയെ തേടണം. എന്തിനെ അന്വേഷിക്കണം? അവന്റെ മുഖം നിരന്തരമായി അന്വേഷിക്കണം. ഈ ഭൂമിയിൽ വചനം പഠിക്കുമ്പോൾ, ഈ മരുഭൂയാത്രയിൽ പ്രതിസന്ധിയും പ്രതികൂലവും പോരാട്ടമുള്ള ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതിനെ ജയിച്ചു കയറാൻ ഒരു ശക്തി ആവശ്യമാണ്. എല്ലാവരും ഗൗരവമായി ശ്രദ്ധിച്ചു. ഞാൻ ഈ പറയുന്ന മെസ്സേജ് അടിസ്ഥാനം വിട്ട് ശക്തമായൊരു ദൂത് ദൈവം തന്നിട്ടുണ്ട്. 7-ാം മാസത്തിലേക്ക് ദൈവാത്മാവ് ഈ മണിക്കൂറിൽ തന്നൊരു ദൂതുണ്ട്. അത് പറഞ്ഞു നാറി, ഇത് ഭയങ്കര ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. പക്ഷെ ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തോട്ട് കയറാനാ വളരെ ശാന്തമായി നിങ്ങളോട് ദൈവാത്മാവിൽ സംസാരിക്കുന്നത്.
ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ഒരു ശക്തി വേണം. നമ്മൾ എന്തിനാ ആഹാരം കഴിക്കുന്നേ? നമുക്ക് നിലനിൽപ്പാൻ. അല്ലെങ്കിൽ ഏത് മനുഷ്യനെ തളരും, ഞാനായാലും നിങ്ങളായാലും അങ്ങനെ. സമയത്തിനപ്പുറം ആഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു തളർച്ച ഉണ്ടാവും, ഒരു ആവേശം തോന്നത്തില്ല, തളർച്ച ഉണ്ട്. അപ്പൊ ശരീരത്തിന് ബലം വേണം, അതിന് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അതുപോലെ ആത്മീയ ജീവിതം മുന്നേറാൻ, ഈ പോരാട്ടത്തിന്റെ ജീവിതം മുന്നേറാൻ നമുക്ക് എന്തു വേണം? ശക്തി വേണം. ഈ ശക്തി മാനുഷിക ശക്തിയല്ല, ലോകത്തിന്റെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പലപ്പോഴും ഈ ശക്തി തേടാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്. ചിലത് വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത് എന്താ? യഹോവയും അവന്റെ ശക്തിയും തേടുവിൻ. തേടുവെന്ന് അന്വേഷിക്കണം, അവന്റെ സന്നിധിയിൽ കാത്തിരിക്കണം. അവൻ ശക്തിയെ തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഗിഫ്റ്റ്, ചില നന്മകൾ പ്രാർത്ഥിക്കുന്ന പ്രയർ സബ്ജക്റ്റിന്റെ വിടുതൽ മാത്രമല്ല, അത് അപ്പുറത്തേക്കുള്ള നമുക്ക് കിട്ടിയ ആശ്വാസമായി. പക്ഷേ ഏത് മനുഷ്യനും വേണ്ട ഒരു കാര്യമുണ്ട്, അനുഭവിച്ച് കടന്നു പോകുന്ന ചില അനുഭവങ്ങളിൽ കൂടെ നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ, ജയത്തോടെ പോകാൻ ആവശ്യമായ ദൈവകൃപയുടെ ശക്തി അത് എവിടുന്ന് കിട്ടും? എവിടുന്ന് കിട്ടും? ദൈവസന്നിധിയിൽ കിട്ടും. ദൈവത്തെ അന്വേഷിക്കും, അവന്റെ മുഖത്തെ നിരന്തരം എന്ത് ചെയ്യുക? അന്വേഷിക്കും. സങ്കീർത്തനം 105 പറഞ്ഞു, ഇടപെടാതെ അവന്റെ മുഖത്തെ അന്വേഷിക്കും. അവന്റെ മുഖം, ഫേസ്, അതിന്റെ ഒരർത്ഥം അവന്റെ വചനം, അവന്റെ വാക്ക്. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവൻ, ദൈവത്തിന്റെ ശക്തിയെ പ്രാപിക്കുന്നവൻ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് അവന്റെ ഇമ്പസ്വരം. വഴി ഇതാ എന്ന് പറഞ്ഞ് ഇടയൻ ആടിനെ നയിക്കുന്ന പോലെ മുമ്പേ നടന്ന് അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിപ്പാൻ കൂരിരലിന്റെ താൽവരയിൽ ജീവിതത്തിൽ ജനിഷൻ പോലെ നിൽക്കുന്ന അനുഭവത്തിൽ ഞാൻ എങ്ങോട്ട് തിരിയണമെന്നറിയുമ്പോൾ വഴി ഇതാകുന്നു മകനെ എന്ന് പറഞ്ഞ് നിനക്ക് വഴി പറഞ്ഞ് അനുദിനം നിന്നെ നടത്താൻ, പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്താൻ അവന്റെ മുഖം അന്വേഷിച്ചാൽ അവൻ നിന്നോട് സംസാരിക്കും. ഇന്ന് പകൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ: ദൈവത്തെ അന്വേഷിച്ച്, ദൈവത്തെ ഭയപ്പെട്ട്, അവന്റെ മുഖം ഇടവിടാതെ അന്വേഷിച്ച്, അവന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ വഴിയിൽ നടക്കാം. അവൻ ബുദ്ധിമാനാണ്, അവൻ ജയാളിയാണ്, അവൻ ഭാഗ്യവാനാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനം പ്രസിദ്ധമായ വചനം, എല്ലാവർക്കും ഇഷ്ടമുള്ള, എനിക്കും ഒത്തിരി ഇഷ്ടമുള്ള വചനം. സങ്കീർത്തനം 34:5, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ നോക്കുന്ന എല്ലാവരോടും ദൂത് പറയാം. ദൈവമുഖം അന്വേഷിക്കുന്നവരോട് ദൂത് പറയാം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ മുഖം അന്വേഷിക്കുക ദൂത് പറയാം. അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ പ്രകാശിക്കും. അപ്പൊ പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് എന്തോ ഇരുട്ടാ, അല്ലെങ്കിൽ മങ്ങിക്കിടക്കുന്ന അവസ്ഥ. ഏത് ഇരുട്ട് പിടിച്ചതും ഏത് മങ്ങിയ അവസ്ഥയും നിന്റെ ഏത് ജീവിതത്തിന്റെ ഇരുട്ടിലും നീ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ നീ പ്രകാശിക്കും. നിന്റെ കുടുംബം പ്രകാശിക്കും, നിന്റെ ഭാവി പ്രകാശിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രകാശിക്കും. അവരുടെ മുഖമോ തല താഴ്ത്താൻ ദൈവം അനുവദിക്കത്തില്ല. കൊമ്പിനെ ദൈവം ഉയർത്തും. ഹൃദയത്തിന്റെ മാംസപലകയിൽ ഈ വചനം എഴുതി വെച്ചോ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. കർത്താവിന്റെ മുഖം നിരന്തരം അന്വേഷിക്കുന്ന ദൈവം ഇതിലെ കുടുംബമേ, മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ നോക്കി ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു. അത് നിന്റെ പഠനത്തിലാകാം, നിന്റെ ജോലിയിലാകാം, നിന്റെ കുടുംബ ജീവിതത്തിലാകാം, നിന്റെ ശുശ്രൂഷ ജീവിതത്തിലാകാം, ജീവിതത്തിന്റെ ഏത് തുറകളിലും ആയിക്കോട്ടെ, നിന്നെ ലജ്ജിപ്പാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ചിലതിനെ തൊട്ട് ദൈവാത്മാവ് ഇന്ന് പകൽ തുടക്കത്തിലെ ഈ വചന ശുശ്രൂഷയിൽ ദൂത് പറയുന്നു, നീ പ്രകാശിക്കപ്പെടും. ലജ്ജിപ്പാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ തേടുക. അതാ മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ ആദ്യ പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞൊരു പ്രസിദ്ധമായ വചനം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, എന്നാൽ അതോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. എന്ത്? നിന്റെ ബേസിക്കായി നീ ആഗ്രഹിക്കുന്ന എന്ത് തിന്നും, എന്ത് കുടിക്കും,
വ്യാകുലപ്പെടുന്നതിന്റെ മേൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ആ വിഷയത്തിന്റെ അകത്ത് എന്ത് ചെയ്യും? വെളിപ്പെട്ടു വരും. അവൻ ദൈവത്തെ പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ അന്വേഷിക്കുന്നവനായി. വായിച്ച സങ്കീർത്തനം 34:10 ബാലസിംഹങ്ങളോ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവരോ ഒരു നന്മയ്ക്കും കുറവില്ല. സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറും. യോബിന്റെ പുസ്തകത്തിൽ അറിയാം, തകർക്കപ്പെട്ട ഒരു മനുഷ്യൻ യോബ്. എല്ലാം തകർക്കപ്പെട്ട ഒരു മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. യോബിന്റെ പുസ്തകത്തിൽ മനുഷ്യ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. യോബ് 8:5 വായിക്കുമ്പോൾ, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, നീ ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിച്ച. മോനെ ആ വാക്കൊന്ന് കാണിക്കണമേ. യോബ് 8:5. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കും. വായിച്ചോ, കിട്ടിയെങ്കിൽ വായിച്ചോ. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, നീ നിർമ്മലനും നേരുള്ളവനും എങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നീ എവിടെ തകർന്നു കിടന്ന അവസ്ഥയാണെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തോട് തിരിയുന്ന, ദൈവമുഖം നോക്കുന്നവനോട് ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, അന്വേഷിക്കുന്ന നിനക്ക് വേണ്ടി ഉണർന്നു വരുന്നോണ്ടാണ് നീ ലജ്ജിക്കാത്തത്. എന്തുകൊണ്ട് ലജ്ജിക്കത്തില്ല? അന്വേഷിക്കുന്നതിന് വേണ്ടി ദൈവം ഉണർന്നെഴുന്നേറ്റ് വരും. ഒരാൾ ഉണർന്നു വരുന്നത് എന്തിനാ? ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നു വന്നതിന്റെ റിസൾട്ട് ആണ്. നമ്മൾ വരുന്നു, കുക്കിംഗ് ചെയ്യുന്നു, വീട്ടിലെ കാര്യം ചെയ്യുന്നു, അയൺ ചെയ്യുന്നു, ഓടി വരുന്നു, വണ്ടി എടുക്കുന്നു, ആലയത്തിൽ വരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം ഇന്ന് രാവിലെ ഓരോരുത്തരും ഉണർന്നതിന്റെ പ്രതിഫലമാണ്. നിങ്ങൾ ഉണർന്നപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിൽ സർവശക്തൻ നിനക്കായി ഉണർന്നെഴുന്നേറ്റോ. ദൈവമുഖം അന്വേഷിച്ചോ. ഈ ദിവസങ്ങളിൽ ദൈവം നിനക്കായി ഉണർന്നെഴുന്നേറ്റു വരും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ചിലർക്കായി ദൈവം എഴുന്നേൽക്കുന്ന പോലെ ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറുന്നു. ദൈവം ഉണർന്നെഴുന്നേറ്റ് ചിലരുടെ ജീവിതത്തിൽ, ചില കുടുംബത്തിൽ ദൈവമുഖം അന്വേഷിക്കുന്ന ചിലതിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യട്ടെ. ഞാൻ ഈ പറയുന്ന വാക്കിനെ നിങ്ങൾ മുറുകെ പിടിക്കാമോ? എന്തോ ദൈവാത്മാവ് അങ്ങനെ പറയാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണർന്നെഴുന്നേറ്റ് വരും. ഇപ്പം നോക്കുമ്പോൾ ജീവിതത്തിന്റെ, ഞാൻ ഈ പറയുന്ന മെസ്സേജ് നിങ്ങൾ ആര് കയറി പിടിക്കുന്നു അവർക്കാ വിടുതൽ വരുന്നത്. ഈ ദൈവവചന ശുശ്രൂഷയുടെ പ്രത്യേകത, ഇത് ഒരു എന്താണ്, ഒരു പ്രസംഗം മാത്രമല്ല, ഇത് വചന ശുശ്രൂഷയാണ്. ഇത് ദൂതുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കയറി പിടിക്കുമ്പോൾ, വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ വചനത്തിന്റെ പ്രത്യേകത ക്രിയ ചെയ്യും. തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം പൗലോസ് പറയുന്നുണ്ട്, വേദന ഉണ്ടായിട്ടും വിഷമം ഉണ്ടായിട്ടും സന്തോഷത്തോടെ നിങ്ങൾ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരറ്റുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ സന്തോഷത്തോടെ വചനത്തെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചിരിക്കും. ദൂത് കേൾക്കുമ്പോൾ നല്ല അവസ്ഥയല്ല ആർക്കും അങ്ങനെ. ഹല്ലേലൂയ. പക്ഷേ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നീ വചനത്തെ വചനമായി സ്വീകരിക്കുമ്പോൾ അതിന്റെ വിടുതൽ കാണും. സാഹചര്യം മൊത്തം മോശത്തിൽ കിടക്കുമ്പോഴും വാഗ്ദത്തത്തെ, വചനത്തെ ദൈവം ചിലതിന് വേണ്ടി ഉണർന്നെഴുന്നേറ്റ് വരുന്ന പോലെ എന്തൊക്കെയോ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ നിന്റെ കൂടാരത്തിനായി ചെയ്യും. ഇത് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. നിന്നെ കൊണ്ട് പറ്റാത്തത്, നിന്നെ കൊണ്ട് കഴിയാത്തത് എന്റെ ദൈവം എഴുന്നേൽക്കുമ്പോ
8:6 നീ നിർമ്മലും നേരുള്ളവനെങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും, ഉറക്കെ പറ, ഉണർന്നു വരും, ഉണർന്നു വരും, ഉണർന്നു വരും, ഉണർന്നു വരും, ഉണർന്നു വരും. ഉണർന്നു വരും, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഉണർന്നു വരും. എന്റെ ദൈവം എന്റെ കുടുംബത്തിന് വേണ്ടി ഉണർന്നു വരും. എന്റെ ദൈവം എന്റെ തലമുറകൾക്ക് വേണ്ടി ഉണർന്നു വരും. എന്റെ ദൈവം എന്റെ ഭാവിക്ക് വേണ്ടി ഉണർന്നു വരും. അടുത്ത നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ ആ. യഥാസ്ഥാനത്താക്കും, നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ കുടുംബത്തിന്റെ താളം തെറ്റി എന്നെ നേരെയാക്കും, ഹല്ലേലൂയ. നേരെയാക്കും, റീസ്റ്റോർ ചെയ്യും, ചേതറിപ്പോ അതിനെ ചേർക്കും. അടുത്തത് നിന്റെ പൂർവസ്ഥിതി ആ. അല്പമായി തോന്നും, ആ. നിന്റെ അന്ത്യസ്ഥിതി ആ. അതിമഹത്തായിരിക്കും. ഇന്നും ഇന്നലെയൊക്കെ നോക്കുമ്പോ അല്പം അല്പം നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്ന നിന്നോടൊരു ദൂത് പറയുന്നു, നിന്റെ അന്ത്യസ്ഥിതി നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. അതിമഹത്തായിരിക്കും. ഈ ദൂതിനെ ഏറ്റെടുക്കാൻ പറ്റും. പാസ്റ്ററെ പ്രശ്നം കൂടി, പാസ്റ്ററെ പോരാട്ടം കൂടി പാസ്റ്ററെ, പക്ഷെ ഈ ദൂതാൻ പക്ഷെ നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. വരാൻ പോകുന്നത് മഹത്തരമായിരിക്കും. ഇന്നലെയോ ഇന്ന് കണ്ട പോരാട്ടമല്ല, അതിമഹത്തായ ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളെ നിന്റെ കൂടാരത്തിൽ കൊണ്ടെത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തെ അന്വേഷിക്കുന്നത് രണ്ട് കാര്യം. ദൈവത്തെ അന്വേഷിക്കാതെ അവനെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകളിൽ സീക്ക് ഗോഡ്, കീപ് ഗോഡ്സ് വേ. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിന്റെ വഴിയിൽ നടക്കുക, അവന്റെ കൽപ്പനകളെ അനുസരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞ് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനോട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ദൈവത്തെ അന്വേഷിക്കുന്ന ഏത് അനുഭവത്തിൽ? വിശുദ്ധ ബൈബിളിൽ ഒരു സഹോദരിയുണ്ട്, ശൂനേക്കാരത്തി എന്ന് പറയുന്ന സഹോദരി. ദൈവദാസനായ എലീശയുടെ കാലഘട്ടം. എലീശ ആ വഴിയൊക്കെ പോകുമ്പോ ശൂനേക്കാരത്തി ഹസ്ബൻഡിനോട് പറയും, ഈ വഴിയിൽ ഇടയ്ക്കൂടൊക്കെ പോകുന്ന ഈ മനുഷ്യൻ ദൈവമനുഷ്യനാണ്, ഇടയ്ക്ക് വന്ന് ആഹാരം കഴിക്കും. അവൻ ആഹാരം മാത്രം നമ്മൾ കൊടുത്താൽ പോരാ, അന്ന് യാത്രയല്ലേ, അദ്ദേഹത്തിന് വിശ്രമിപ്പാൻ നമ്മുടെ ചുവരിനോട് ചേർന്നൊരു മാളിക മുറി നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അവിടെ ഒരു കട്ടിലും ഒരു നാൽക്കാലിയും മേശയാവത്തെ നാലുകാലി കട്ടിലും ഒരു കസാരയും കാര്യമൊക്കെ നമുക്ക് ക്രമീകരിച്ചു കൊടുക്കാം. കാരണം അദ്ദേഹത്തിന് വരുമ്പോൾ ഭക്ഷിക്കുക മാത്രമല്ല, അല്പസമയം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, പാർക്കട്ടെ. അദ്ദേഹം അങ്ങനെ പണിഞ്ഞു, ക്രമീകരിച്ചു. ദൈവദാസൻ അവിടെ താമസിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നു, ചോദിച്ചു, നിനക്കെന്താ അവിടെ കുറവുണ്ട്? തലമുറയില്ലാന്നൊരു കുറവുണ്ട്. ദൂത് പറഞ്ഞു, കർത്താവ് തലമുറയെ കൊടുത്തു. അത് കഴിയുമ്പോൾ ഈ ശൂന്യകാരിയുടെ ജീവിതത്തിൽ ഒരു വല്ലാത്ത സംഭവം സംഭവിക്കുന്നു. ഇനി ശ്രദ്ധിച്ചേ, 17 തൊട്ടൊന്ന് വായിച്ചേ. അതായത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 17 തൊട്ടുള്ള വാക്യം. ആ വചനങ്ങളെ ഒന്ന് അല്പം മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 17 തൊട്ട് വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം മനസ്സിലാവും. അതിൽ നിന്നൊരു ദൂത് പറയാനാ ഞാൻ നിൽക്കുന്നത്. ഇനി വായിച്ചു. ആ സ്ത്രീ ഗർഭം ധരിച്ചു. ആ സ്ത്രീ എന്ന് പറയുന്നത് ശൂനേമിലുള്ള ശൂനേക്കാരത്തി എന്ന് പറയുന്ന സഹോദരിയാണ്. 8-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ശ്രദ്ധിച്ചോണേ. ഗർഭം ധരിച്ചു. പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ, എലീശ പ്രവാചകൻ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ, ആ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. ഇനി ശ്രദ്ധിച്ചോണം, തലമുറ ഉണ്ടായി. ഇനിയുള്ള വാക്ക് ശ്രദ്ധിച്ചോണം. ദൈവത്തെ അന്വേഷിക്കുന്ന, നന്മ കിട്ടുമ്പോഴും പ്രതിസന്ധിയിലും എല്ലായ്പ്പോഴും. ശൂനേക്കാരത്തി എല്ലാത്തിനും ഒരു തെളിവാ. ഒന്നുമില്ലാത്ത, ഒരു കുഴപ്പവും ഇല്ല, ഒരു വിഷയം ഇല്ലാത്തപ്പോഴും ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തിന് വേണ്ടി നന്മ കൊടുത്തു. ഇപ്പോൾ വിടുതൽ കിട്ടി കഴിഞ്ഞപ്പോഴും ഇനി ശ്രദ്ധിച്ചോണം. ബാലൻ ഇനിയുള്ള ഓരോ വാക്കും ശ്രദ്ധിച്ചോണം. ബാലൻ വളർന്നപ്പോ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോട് കൂടെ ഇരുന്ന തന്റെ അപ്പന്റെ അടുക്കൽ ചെന്നു. അപ്പൊ അപ്പനെ വയല് കൊയ്യുന്ന പാടം, അപ്പൊ കൊയ്ത്തിന്റെ സമയമാവാൻ, അപ്പൊ അതൊക്കെ ഒന്ന് കാണാനും കൊയ്ത്തുകാരുടെ കൂടെ കൂടാനും, കാണാൻ നല്ല രസമല്ലേ, ആ ആരവവും ഓളവും ഒക്കെ കാണാൻ കൊയ്ത്തുകാരുടെ കൂടെ അപ്പനായിരുന്നിടത്തേക്ക് എന്ത് ചെയ്തു? ഈ ബാലൻ ചെന്നു. ശൂന്യകാരിത്തിയുടെ വളർന്നു വന്ന മകൻ ചെന്നു. അവൻ അപ്പനോട് എന്റെ തല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പം ഈ പയ്യൻ, കളിച്ചും തമാശിച്ചും ഒക്കെ ഇരുന്ന പയ്യൻ
പെട്ടെന്ന് അപ്പനോട് പറയാണ്, എന്തോ പറഞ്ഞേ? എന്റെ തല, മൈ ഹെഡ്, മൈ ഹെഡ്, എന്റെ തല. അതിന്റെ അർത്ഥം അവന് എന്തോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും, എന്തോ ശരീരത്തിൽ ഒരു ഇൻബാലൻസ് ഉണ്ടാവും. നമ്മുടെ ഭാഷയിൽ, പുതിയ ഭാഷയിൽ പറയാം, എന്തോ അസ്വസ്ഥപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് അവന് കൊച്ചി ഇറക്കാൻ എന്തോ പറയുന്നവൻ മനസ്സിലാവാതെ തലയിൽ എന്തോ എഫക്റ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ എന്റെ തല എന്റെ തല എന്ന് പറഞ്ഞു. മൈ ഹെഡ്, മൈ ഹെഡ്. അവൻ ഒരു ബാല്യക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അതായത് അപ്പൻ പറഞ്ഞു, ഇപ്പൊ കൊയ്ത്ത് പാടത്ത് നിൽക്കുക, ഇപ്പം വീട്ടിലോട്ട് വരാൻ പറ്റിയ സാഹചര്യമല്ല. അതുകൊണ്ട് ബാല്യക്കാരൻ സെർവന്റിനോട് പറഞ്ഞു, ദേ ഞാനിപ്പോ വരുന്നില്ല, ഈ ബാല്യക്കാര ഈ തല കൊച്ചിനെ എടുത്തോട്ട് എങ്ങോട്ട് കൊണ്ടുപോവാ? എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോവാ. ഈ പാടത്ത് അവൻ ഇരിക്കണ്ട, വരമ്പത്തിരിക്കണ്ട, കൊണ്ടുപോവാ. അവൻ അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി. അപ്പൊ ഇവര് കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പൊ ഈ പ്രഭാതത്തിൽ കൊയ്ത്തിൽ രാവിലെ നടക്കുന്ന സംഭവം, അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. ഉച്ചവരെ അമ്മയുടെ അടുത്തിരുന്നു. ഈ തലമുറ എന്ത് ചെയ്തു? മരിച്ചുപോയി. അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിൽമേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി. ശ്രദ്ധിച്ചോണം, ദൈവത്തെ അന്വേഷിക്കുക. ആദ്യം എന്ത് ചെയ്തെന്നറിയാം? സംഭവിച്ചത് തിന്മയാന്ന് മനസ്സിലായി. ഉടനെ ചെന്ന് ദൈവപുരുഷന് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു റൂമുണ്ടല്ലോ, അവിടുത്തെ കട്ടിലേക്ക് കൊണ്ടുവന്ന് കൊച്ചിനെ കിടത്തി ആരോടും പറയാതെ വാതിലടച്ചു. അതിൽ നിന്നൊരു ആത്മീയ ദൂതുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നീ പണിതെടുത്ത യാഗപീഠം, ആൾട്ടർ, നിന്റെ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നിന്റെ ഇന്നത്തെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. വിഷയം വെച്ചു. അടുത്തത് അതാണ് ദൈവത്തെ അന്വേഷിക്കുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. പിന്നെ അവൾ തന്റെ ഭർത്താവിനെ വിളിച്ചു. പിന്നെ അവൾ നേരെ ചെന്ന് ആരെടുത്ത് പറഞ്ഞു? ഭർത്താവിനെ വിളിച്ചു. ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരമേണമെന്ന് പറഞ്ഞു. തന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തു, എനിക്ക് ഇപ്പൊ വേഗത്തിൽ അവിടെ പോണം. എലീശ ദൈവപുരുഷന്റെ അടുത്തേക്ക് എനിക്ക് ഇപ്പൊ പോണം. കേട്ടോ, പ്രതിസന്ധിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവവൈതലിന്റെ അവസ്ഥ. എനിക്ക് ഒറ്റ കാര്യം ചെയ്യണം, എനിക്ക് യാത്ര ചെയ്യാൻ എന്തോ വേണം. നമ്മളിന്ന് പോയി എനിക്കൊരു വണ്ടി തരണം, ടാക്സി വണ്ടി വിളിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് എന്തോ ആരെ വേണം? ബാല്യക്കാരനെ, ഒരു സഹായിയായ ഒരു ബാല്യക്കാരനെ എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യാൻ ഒരു കഴുതയും വേണം. എനിക്ക് എത്രയും പെട്ടെന്ന് ദൈവപുരുഷന്റെ അടുത്തേക്ക് ചെല്ലണം. അടുത്ത വാക്ക്, ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസി അല്ല, ശബത്തുമല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതിന്റെ അർത്ഥം സ്ഥിരമായി ദൈവപുരുഷന്റെ അടുത്ത് പോകുന്ന വ്യക്തിയാ. നീ എന്നും പോകുന്ന സമയമല്ലല്ലോ, അമാവാസ്യ ദിവസമല്ലല്ലോ, ശബത്ത് നാളല്ലോ, നമ്മുടെ ഭാഷ ഞായറാഴ്ച അല്ലല്ലോ. ഇനിയിപ്പോ എന്തിനാ പ്രാർത്ഥിക്കാൻ പോന്നെ? എപ്പോഴും എന്തിനാ ദൈവപുരുഷന്റെ അടുത്ത് പോന്നേ? അല്ല, എനിക്ക് പോണം. ശ്രദ്ധിച്ചോണം. അവള് ചെന്നപ്പോഴത്തേക്ക് എലീശ പ്രവാചകൻ പറയുന്നുണ്ട്, എന്റെ സെർവന്റിനെ ഗേഹസിയെ പറഞ്ഞയക്കാം, അവന്റെ ഒരു വടിയും കൊടുത്തു വിടാം. പക്ഷെ അവള് പറഞ്ഞു, അല്ല യജമാനനെ, നീ വരണം. ഇന്ന് പകൽ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിനോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ, സ്റ്റെപ്പ് വെക്കുമ്പോൾ അനുകൂലമായ സറൗണ്ടിങ് അല്ലായിരിക്കും. അവൾ ചെന്ന് ചോദിച്ചപ്പോൾ ആദ്യം എന്തിനാ പോന്നേന്നാ ചോദിച്ചത്. പക്ഷെ ഒരു കാര്യം പറയാം, നീ ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇനി ഞാൻ സമയത്തിന്റെ കൂടെ ഷോർട്ട് ചെയ്യാണ്. അതിന് 30 തൊട്ട് വായിച്ചേ 30ാമത്തെ വചനം തൊട്ട്. എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. അവൻ ബാല്യക്കാരനെ വിട്ടപ്പോൾ അവൻ തയ്യാറായില്ല, അവള് തയ്യാറായില്ല. അല്ല, നീ തന്നെ വരണം. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവജനം. ഇനി വേഗത്തിൽ ഏകസി അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു. ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തെ ഉണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈയിന്മേലും വെച്ച് അവന്റെ മേൽ കവിണ്ണു വീണ് കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. ബാലന്റെ ദേഹത്ത് എന്ത് ചെയ്തു? ചൂട് പിടിച്ചു. കാമണ കിടന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ എന്ത് പിടിക്കാൻ തുടങ്ങി? ചൂട് പിടിക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ ചില പ്രാർത്ഥനയെ പെട്ടെന്ന് വിടുന്ന കാണിച്ചു, പക്ഷെ ചിലത് ചൂട് പിടിക്കാൻ തുടങ്ങി. ഇന്നത്തെ പ്രാർത്ഥനയിൽ ചിലതിനൊക്കെ ചൂട് പിടിക്കും. കഴിഞ്ഞ നാളുകളിൽ ചൂട് പിടിച്ചതിന് ഇന്നത്തെ ദിവസങ്ങളിൽ വിടുതലായിരിക്കാം. ഇന്ന് ചൂട് പിടിക്കുന്നതിന് ചില ദിവസങ്ങൾ കഴിയുമ്പോ ചില വിടുതൽ. ഇതാ പ്രാർത്ഥനയുടെ മർമ്മം. ചിലതൊക്കെ ആരാധിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു, ചിലതിനൊക്കെ ചൂട് പിടിക്കുക. ഹല്ലേലൂയ. ഇനി 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഇത് ദൂത് ശ്രദ്ധിച്ചോളൂ. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട്. അപ്പൊ ചൂട് പിടിച്ചെന്നും പറഞ്ഞ് നിർത്തരുത്. നമ്മുടെ പ്രശ്നം ചെറിയ ചലനം കാണുമ്പോ പ്രാർത്ഥന നിർത്തും. അല്പം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി, അല്ല ചൂട് പിടിച്ചിട്ടും വിട്ടില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്ത് ചെയ്തു? ഒന്നും നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവണ് വീണ് കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി. 1 2 നമ്മൾ എന്ന് പറഞ്ഞ് 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. ചൂട് പിടിച്ചവൻ 7 പ്രാവശ്യം തുമ്മി എന്ത് ചെയ്തു? 7ാമത്തെ തുമ്മല് കഴിഞ്ഞപ്പോ കണ്ണു തുറന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഇതിൽ നിന്നോടൊരു ദൂത് പറയാനാണ് പറഞ്ഞത്. കഴിഞ്ഞ നാളുകളിൽ ചൂട് പിടിച്ച ചില വിഷയങ്ങൾ 1 2 3 തുമ്മി 7ാമത്തെ തുമ്മല് കഴിഞ്ഞപ്പോ ചത്ത വിഷയത്തിന്റെ കണ്ണു തുറന്നു. 6ാം മാസത്തിൽ നിന്നുകൊണ്ട് ചിലതിനോട് ദൂത് പറയാം. 7ാം മാസത്തിൽ ചിലതിന്റെ കണ്ണ് തുറക്കുന്ന പോലെ ചിലതിനൊക്കെ ഡോറ് തുറക്കാൻ പോയ ചലിക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങൾക്ക് ചലനം ഉണ്ടാവും. തുമ്മി 7ാമത് തുമ്മി കണ്ണു തുറന്ന പോലെ കഴിഞ്ഞ 6 മാസങ്ങളിൽ ചിലതിനോട് ദൂത് പറയുന്നു. ചൂട് പിടിച്ച ചില വിഷയങ്ങൾക്ക് ഈ 7ാം മാസമാകുമ്പോ ചിലതൊക്കെ ഓപ്പൺ ആകാൻ പോകുക, ചിലതൊക്കെ തുറക്കാൻ പോകുക. ചലിക്കാതെ കിടക്കുന്നത് പ്രതീക്ഷയറ്റ വിഷയങ്ങൾക്ക് കരങ്ങളെ തട്ടേ. ഈ മെസ്സേജ് ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് സഭയോട് വിളിച്ചു പറയാൻ പറയുന്നു, 7ാം മാസത്തിൽ കഴിഞ്ഞ നാളിൽ ചൂട് പിടിച്ച ചില വിഷയങ്ങൾക്ക് കണ്ണു തുറക്കുന്ന പോലെ ദൈവം ചില കുടുംബങ്ങളെ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ചില വിഷയങ്ങളുടെ അകത്ത് ചൂട് പിടിച്ചിട്ട് ഇതുവരെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന ചില സമയങ്ങളുണ്ട്. പക്ഷെ അതിനറുതി വരുത്തി 7ാമത്തെ തുമ്മല് കഴിഞ്ഞപ്പോ കണ്ണ് തുറന്ന പോലെ ദൈവം ചില വിടുതലുകൾ ചില കുടുംബത്തിനായി ചെയ്യാൻ. ദൈവം ചെയ്യും. നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുന്നു. 119-ാം സങ്കീർത്തനം 10-ാം വാക്യം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ അന്വേഷിക്കുന്നു, അങ്ങയുടെ കൽപ്പനകളെ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. 2 ഒന്ന് ദൈവത്തെ അന്വേഷിക്കുക. 2 അവന്റെ ഭക്തന്റെ പ്രാർത്ഥന. സങ്കീർത്തനക്കാരൻ പറയാ, നിന്റെ കൽപ്പനകളെ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ദൈവത്തിന്റെ വഴി വിട്ടെന്ത് ചെയ്യരുത്, എന്റെ വാക്ക് വിട്. 2ാമത്തതാണ് ദൈവത്തിന്റെ വചനം, വാക്ക്. ദൈവമേ അത് വിട്ടുപോകാൻ എനിക്ക് എന്ത് ചെയ്യരുത്, ഇടവരരുത്. കാരണം അതനുസരിച്ച് നടക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ ഏറ്റവും ബ്ലെസ്സിംഗ്. 119-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. കണ്ടോ, ബ്ലെസ്സഡ് മാൻ എന്നാ. ആരാ? യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അന്വേഷിക്കുന്നവൻ ആരാ? ബുദ്ധിമാൻ. ദൈവത്തിന്റെ വാക്കനുസരിച്ച് നടക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ മലയാളം അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇംഗ്ലീഷിൽ ബ്ലെസ്സഡ് മാൻ എന്നാണ്. യഥാർത്ഥ പരിഭാഷ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാൻ, ദൈവത്തിന്റെ വാക്കിൽ നടക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ.
അബ്രാമിനോട് ദൈവം അതാ പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചിറക്കി, അബ്രാമേ നീ എന്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായി നടക്കാം. നീയും നിന്റെ സന്തതി പരമ്പരകളും എന്റെ വചനം അനുസരിച്ചാൽ നിന്നെ ഞാൻ ഒരു രാജ്യമാക്കി മാറ്റാം. ഇന്ന് ഒന്നുമില്ലാതെ നീ ഇറങ്ങി തിരിച്ചെങ്കിൽ ഈ കാണുന്നതെല്ലാം നിനക്ക് എന്ത് ചെയ്യാം? അവകാശമാക്കി തരാം. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചാൽ, അതിൽ ആശ്രയിച്ചാലുള്ള ഗുണം. ഈ 119 സംഖ്യത്തിൽ 1-2 വചനമുണ്ട്. 119:42 ഒന്ന് വായിച്ച്. ഇത് ഓരോന്ന് പ്രവചന ദൂത. 119:42. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ദൈവവചനത്തിൽ വിശ്വസിച്ച് വഴിയിൽ നടക്കുന്ന, ആശ്രയിക്കുന്ന ദൈവത്തിനോട് പറയുന്നു, നിന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനാകും. ഒന്ന് ശ്രദ്ധിച്ചേ, വചനത്തിൽ ആശ്രയിച്ച് വഴിയിൽ നടക്കുന്നവനൊരു ദൂതുണ്ട്. നിന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ നിന്നെ പ്രാപ്തനാക്കും. കാരണം നീ വചനത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുക, വചനത്തിൽ, വാക്കിൽ എന്ത് ചെയ്യുക? സംഗീതം ദൈവമേ അത് വിട്ടുപോകാൻ എന്നെ ഇടയാക്കരുത്. ദൈവകൽപ്പന അനുസരിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ബുദ്ധിമുട്ട് കാണിക്കരുത്. അത് ദൈവം അനുസരിക്കുന്നതാകാം, സ്നാനപ്പെടുന്നതാകാം, ദൈവ വഴി നടക്കുന്നതാകാം, ചിലതൊക്കെ വിട്ടുകളയാൻ ദൈവം പറയുന്നതാകാം. എന്തു ആയിക്കോട്ടെ, അതിൽ നാം എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചൊരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മുടെ ആധാരം എന്തോന്നറിയാമോ? ദൈവത്തിന്റെ വചനം. ഓരോ ദിവസം എന്തിനെ മുറുകെ പിടിക്കണം? കർത്താവിനെ, അവന്റെ വചനത്തെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. എങ്കിൽ നിന്നെ നിന്ദിക്കുന്നവരുടെ ഉത്തരം പറയാൻ ദൈവം നിന്നെ എന്ത് ചെയ്യും? പ്രാപ്തനാക്കും. നശിച്ചു മാന്തയെ അനുവദിക്കത്തില്ല. അവന്റെ, ഞാൻ എഴുതി വെച്ചു തരാം, ഇതിന് ഞാൻ ഗ്യാരണ്ടി. വചനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും. ദൈവവാക്കിനും കൽപ്പനയ്ക്ക് 1-ാം സ്ഥാനം നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളുടെ ഭാവിക്കും ജീവിതത്തിനും കൊടുക്കാൻ തയ്യാറായാൽ നീ ലജ്ജിക്കത്തില്ല, നിന്ദിക്കപ്പെടത്തില്ല. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്തിരിക്കും. അത് ഗ്യാരണ്ടി. ഒറ്റ കാര്യം, നമ്മൾ ഈ വചനത്തെ കയറി മുറുകെ പിടിക്കും. നമ്മുടെ പ്രശ്നം എന്താ പറയുക? ഈ നിന്നയും പരിഹാസവും ഒക്കെ കേൾക്കുമ്പോൾ ദൈവമോ അന്വേഷിക്കുന്നു വിട്ട് വചനം വിട്ടുമാ. പക്ഷെ അതല്ല, കയറി അങ്ങ് പിടിച്ചോണം. പ്രശ്നം വന്നപ്പോൾ യോബ് കയറി പിടിച്ചു. അന്യനല്ലേ, സ്വന്തം കണ്ണാൻ ഞാൻ കാണും. യഹോവ തന്നു, യഹോവ എടുത്ത്. കാര്യമൊക്കെ കൊള്ളാം. ഭാര്യ പറഞ്ഞിടത്ത് മനുഷ്യ തെള്ളിക്കറിഞ്ഞിട്ട് ശാപിച്ചിട്ട് പോയി ചത്തൂടെ എന്ന് ചോദിച്ചു. നീ അതൊക്കെ പറഞ്ഞ, പക്ഷെ ഒറ്റ കാര്യം, ഞാൻ കയറി പിടിച്ചേക്ക. അതുകൊണ്ട് ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിച്ചു. ഇരട്ടി പ്രതിഫലം ദൈവം കൊടുത്ത് മാനിച്ചു. വചനത്തെയും വാഗ്ദത്തത്തെയും കയറി പിടിക്കുക. അതുകൊണ്ട് ദൈവം അനുവദിച്ചു കൊടുത്തത്. കാര്യം എന്തൊക്കെ വന്നാലും, ഉള്ളിച്ചിരിയൊക്കെ വിഷമമൊക്കെ വന്നാലും യോബ് തള്ളി പറയത്തില്ല. വചനത്തെ മുറുകെ പിടിക്കും. അബ്രാഹാം മുറുകെ പിടിച്ചു. സ്വന്തം മോനെ എറിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോഴും അതിനല്ല കയറി പിടിച്ചത്, അരുളി ചെയ്ത ശബ്ദത്തെ മുറുകെ പിടിച്ചു. അബ്രാഹാം മുറുകെ പിടിച്ചു. കാരണം ഇന്ന് നമ്മൾ ജനിച്ചു വളർന്ന കര വിട്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. വീട്ടിൽ നിന്ന് മാറിയിരിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞാൽ അനുവദിക്കും. പക്ഷെ അന്നത്തെ ജനിച്ചു വളർന്ന കര വിട്ട്, നദി വിട്ട് ഒരുത്തനും പുറത്തു പോകത്തില്ല. അങ്ങനത്തെ കൾച്ചർ ശപിക്കപ്പെട്ടെന്നാ പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്ന അങ്ങനത്തെ അനുഭവങ്ങൾ എന്നാ. ആ അനുഭവത്തിൽ നിന്നും അബ്രാം തേജോമയന്റെ അശരീരിയുടെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചപ്പോ ദൈവം അവനെ മാനിച്ചു. ഹല്ലേലൂയ. അപ്പൊ വചനത്തിൽ ആശ്രയിച്ചാൽ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ നിന്നെ ദൈവം എന്ത് ചെയ്യും? പ്രാപ്തനാക്കും. ഇനി 42 നിൽക്കുമ്പോ തന്നെ 45 പോയി 2-3 വാക്യങ്ങൾ വായിച്ച്. 45. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ദൈവത്തിന്റെ പ്രമാണത്തെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. അവന് വിശാലത ഉണ്ടാവും. വചനത്തെ മുറുകെ പിടിക്കുന്നവൻ എന്തോ ഉണ്ടാവും? വിശാലത ഉണ്ടാവും. ഇനി 50. നിന്റെ വചനം എന്നെ ജീവിച്ചിരിക്കുന്നത്, എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. കഷ്ടതയിൽ ഈ വചനം എന്നെ എന്ത് ചെയ്യുക? ജീവിപ്പിക്കുക.
ഇന്ന് മീറ്റിംഗ് കഴിയും. ഈ അന്തരീക്ഷവും നേരത്തെ കർത്താവിന്റെ ദാസൻ ജിജു പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചിട്ടതിന്റെ ഒരു മഹത്വവും ഗ്ലോറിയൊക്കെ ഇതിന്റെ അകത്തുണ്ട്. കയറുമ്പോൾ ഭാരങ്ങൾ മാറും, ദൈവ സാന്നിധ്യം നിറയും, ആരാധനയുടെ നിറവും അഭിഷേകത്തിന്റെ നിറവും ഇതിന്റെ അകത്തുണ്ടാവും. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഇട്ടുമ്പോൾ ഈ ഹോളി കയറുമ്പോൾ തന്നെ ഒരു ദൈവാന്തരീക്ഷം നിങ്ങൾക്കുണ്ടാവും. പക്ഷേ വീട്ടിലേക്ക് പച്ചയായ ജീവിതാനുഭവത്തിലേക്ക് കയറി പോകുമ്പോൾ ചില പ്രതിസന്ധി വരുമ്പോൾ വചനത്തെ മുറുകെ പിടിച്ചാൽ നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു കൊണ്ട് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകും. വചനത്തെ മുറുകെ പിടിച്ച പ്രതിസന്ധി വരുമ്പോൾ ആരും ഇല്ലേലും ഞാൻ പറയാം, ഒരു പ്രഭാതത്തിൽ അല്ലെങ്കിൽ നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ പ്രതിസന്ധിയിലും അല്പം മിനിറ്റ് പ്രാർത്ഥിച്ച് ഒരു വചനം വായിച്ച് ധ്യാനിച്ചാൽ നിന്റെ ഹൃദയത്തിൽ ഉലകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത ധൈര്യവും ഒരു കോൺഫിഡൻസും ഒരു വലിയ ബലവും ദൈവത്തിന്റെ വചനം നൽകും. വിഷയം മാറിയില്ലേൽ പോലും നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കൊണ്ട് കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ശരിയല്ലേ? ഈ വചനമല്ലേ നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ആശ്വാസം നൽകുന്നേ? സത്യം പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും കൊണ്ടാണോ നമ്മൾ പിടിച്ചു നിന്നത്? ഇതിലെ ഏതൊക്കെയോ വചനം കേറി നമ്മളെ കൊളുത്തിയ ഒറ്റ കാരണം കൊണ്ടാ അല്ലേ? നിരാശപ്പെട്ട് പോകേണ്ടതല്ലേ? മനസ്സ് തകർന്നു പോകേണ്ടതല്ലേ? ഏതൊക്കെയോ വചനം കേറി ഉള്ളത്തിൽ പിടിച്ചത് കൊണ്ടാ നിന്റെ വചനം എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമായി. എന്റെ ജീവിതത്തിൽ ഏറ്റവും കയറി പിടിച്ചൊരു വചനമാണ് സങ്കീർത്തനം 34:5. ജീവിതത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ജീവിതത്തിന്റെ അനുഭവത്തിൽ കടന്നുപോയി, ജീവിതത്തിന്റെ പ്രത്യേക തീച്ചൂളയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയപ്പോൾ നാളെ എന്താകും എന്നറിയാത്ത വല്ലാത്ത അനുഭവത്തിൽ കൂടെ കയറി പോകുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഒരിടത്തും കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ഞാൻ പുറത്തുനിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹല്ലേലൂയ, ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഈ വായിച്ച പോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകത്തില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയ നീ ലജ്ജിപ്പാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ വചനം അകത്തേക്ക് കയറിയും ഇതുവരെയുള്ള ഭാരങ്ങൾ എടുത്തു മാറി, വേദനകൾ മാറി. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, ഈ കല്ലെടുത്ത് വെച്ചേക്കുന്ന പോലെ മനസ്സിന്റെ അകത്തൂടെ കേറിപ്പോകുന്ന ഭാരങ്ങളാണ്. ശരിയല്ലേ? ഇത് പോയാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. ഓരോ ദിവസവും ഇങ്ങനെ കൊണ്ട് മനസ്സിലും ചിന്തയിലും കൊണ്ടുവന്നിട്ടിട്ട് പാറക്കൂട്ടം വിടുന്ന പോലെ ഭാരം. നിന്റെ ഭാരം ഞാൻ ബൈബിൾ നോക്കും, നിന്റെ വിഷയവും ഏൽപ്പിച്ചോ, നിന്റെ ഭാരവും നീയോ. നിന്റെ വചനം എന്റെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ കഷ്ടതയിൽ എനിക്ക് നമ്മളെല്ലാം കൂടെ ചേർന്ന് വായിക്കാൻ പോയാണ്. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഒരു കാര്യം പറഞ്ഞേ, എന്തുകൊണ്ട് വചനത്തിൽ നിൽക്കണം? കഷ്ടത വരാം, തളർച്ച വരാം, ഇവിടെയൊക്കെ വചനത്തിൽ നിൽക്കുന്നതിന് യേശു തന്നെ ഒരു അനുഭവം പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ നിൽക്കണം. ഒറ്റ വചനോടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെ വാക്യങ്ങൾ വായിക്കുന്നു. വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 46 മുതൽ 49 വരെയുള്ള വചനം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? യേശു പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിൽ അല്ല കാര്യം. നിങ്ങൾ വിളിക്കുന്നുണ്ട് കർത്താവേ കർത്താവേ, പക്ഷെ ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത് എന്ത്? ഈ വചനം നിങ്ങൾ ഗൗരവമായി ശ്രദ്ധിച്ചേ. നിങ്ങൾ വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത് എന്ത്? എന്തുകൊണ്ടാ കർത്താവേ കർത്താവേ എന്ന് മാത്രം വിളിക്കാതെ ഞാൻ പറയുന്നത് ചെയ്യണമെന്ന് പറയാൻ കാരണം? അടുത്ത വചനത്തിൽ എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം. ആണോ? കർത്താവ് പറയാണ്, എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചേ, കർത്താവ് പറയാം, ഞാനേ
കാണിച്ചു തരാൻ പോവാ. ഈ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിന്റെ കുഴപ്പവും അത് മാത്രം ചെയ്യുന്നതിന്റെ കുഴപ്പവും അല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് ഞാൻ പറയുന്ന വാക്ക് അനുസരിക്കുന്നതിന്റെയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. കർത്താവ് കാണിച്ചു തരാം. നമ്മൾ പിള്ളേർ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം അല്ലേ, നിങ്ങൾ പറയാറില്ലേ? ആണോ? ഒരാൾ തലയാട്ടി, നല്ല മനുഷ്യൻ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞില്ലേ, കാണിച്ചു തരാം. അപ്പം കർത്താവ് പറയാം ഞാൻ കാണിച്ചു തരാം. എന്താ കാണിച്ചു തരാം? അടുത്ത 48 പാറമേൽ അടിസ്ഥാനമിട്ട് ആഴത്തിൽ ആഴി കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. അവ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവൻ. കർത്താവേ കർത്താവേ എന്ന് വിളി മാത്രമല്ല, ബാഹ്യപ്രകടനം മാത്രമല്ല, ആഴത്തിലുള്ള വിശ്വാസമുള്ളവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് ഒരുത്തൻ വീട് പണിയുക. വീട് പണിയുന്നവനോട് കാണിക്കുക. എങ്ങനെ വീട് പണിയുന്നു? ആഴത്തിൽ നല്ല ഫൗണ്ടേഷൻ എടുത്തിട്ട് അതിന്റെ മേൽ എന്താണ് എന്ത് ചെയ്ത് വീട് പണി. ഈ ഹോള് നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങൾക്ക് അറിയാം, അറിയാവുന്നവർക്ക് അറിയാം. തൊട്ട് പറയാൻ നോക്കിയാൽ എന്തുവാ? തോടാ. മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന തോടാ. പക്ഷെ ഇത് നിൽക്കാൻ കാരണം ഇത്രയും ബിൽഡിംഗ്, ഈ പില്ലർ കണ്ടോ? ആഴത്തിൽ പയർ ചെയ്ത് കുഴിച്ച് ആഴത്തിൽ അടിസ്ഥാനമിട്ട് അപ്പുറത്തും ഇപ്പുറത്തും തോടും വെള്ളവും ഒക്കെ വന്നാലും ഇത് മൊത്തം നിൽക്കുന്നത് ഈ പില്ലറുകളുടെ ബലത്തിലാണ്. അവ ആഴത്തിൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. വെള്ളപ്പൊക്കം ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും, ഇല്ലെന്ന് ഒരിക്കലും യേശു പറഞ്ഞിട്ടില്ല. അടിച്ചു, പക്ഷെ നല്ലവണ്ണം പണിഞ്ഞുകൊണ്ട് അതെന്ത് ചെയ്തില്ല? ഇളകിപ്പോയില്ല. ഇത് തന്നെ ക്രിസ്തീയ ജീവിതം നല്ലവണ്ണം ഉറക്കെ പറയാം. ക്രിസ്തീയ ജീവിതം നല്ലവണ്ണം പണിയണം. സൺഡേ മാത്രം വന്ന് തട്ടിക്കൂട്ടി വന്ന് പണിഞ്ഞാൽ അതിനി പറയുന്നുണ്ട് അടുത്തത്. ഇത് വചനം കേട്ട് അനുസരിക്കുന്നവൻ ആഴത്തിൽ കുഴിച്ച് അല്ലെ. ബുദ്ധിയുള്ളവൻ എങ്ങനാ? ബുദ്ധിയുള്ളവൻ എന്നാ? ഇപ്പൊ നമ്മൾ തന്നെ പല മതിലും വീഴുന്നുണ്ട് ഈ മഴ സമയത്ത്. എന്തുവാ? അത് നമ്മൾ അപ്പുറത്തെ സെറ്റപ്പിന് പണിഞ്ഞു വെച്ചോണ്ടാ. പക്ഷെ ഇപ്പം പണിയുന്ന എങ്ങനാ? നല്ല ആഴത്തിൽ കുഴിച്ച് മേലിലെ കുറച്ചൊക്കെ മണ്ണ് ഇളകിപ്പോയാലും പിന്നെയും ആഴത്തിൽ അടികളെ കുഴിച്ച് എന്തിന്റെ? പാറയുടെ അടിസ്ഥാനമിട്ട് അതിന്റെ മേൽ പണിഞ്ഞതുകൊണ്ട് വെള്ളപ്പൊക്കം വന്ന് ഒഴുക്ക് വീടിന് നേരെ അടിച്ചപ്പോഴും അത് കുലുങ്ങിപ്പോയില്ല. ഈ ലോകത്തിൽ പൈശാചിക മണ്ഡലത്തിൽ വീണ്ടെടുക്കപ്പെടാത്ത ഈ ഭൂമിയിൽ, ശാപത്തിന്റെ കെട്ടുമാറാത്ത ഈ ഭൂമിയിൽ പല ഒഴുക്കും നിന്റെ നേരെ ആഞ്ഞടിച്ചെന്നിരിക്കാം. പക്ഷെ നീയും നിന്റെ ജീവിതവും തകരാതിരിപ്പാൽ പണിയപ്പെടുക. ഇതാരാ? കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് വചനം കേട്ട് അനുസരിക്കുന്ന, ദൈവത്തെ അന്വേഷിച്ച് അവന്റെ വഴി നടക്കുന്നു. അതാ ജ്ഞാനികളുടെ ന്യായ ശലോമോൻ പറയാ, എല്ലാത്തിന്റെ സാരത അവന്റെ വഴിയിൽ നടക്കുക. ഇനി അടുത്ത ടീമിനെ കാണിച്ചു തരാം. അടുത്ത വായിച്ച മോനെ. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് അവന് പെട്ടെന്നൊക്കെ സംഭവം നടന്ന് മണലിന്മേൽ എന്ത് ചെയ്തു? വീട് പണിതു. ആഴത്തിൽ കുഴിച്ചില്ല, പാറയിട്ടില്ല, കണ്ട മണ്ണിന്റെ മേൽ ഹോളോ ബ്രിക്സ് കട്ട വെച്ച് എന്ത് ചെയ്തു? പണി തുടങ്ങി. ആ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. പക്ഷെ അവന്റെ വിഷയം എന്താണെന്നറിയാമോ? ഒഴുക്കാതെ ഉടനെ അടിച്ച ഉടനെ അത് വീണു. ആ വീട്ടിന്റെ വീഴ്ച വലുതുമായിരുന്നു. പെട്ടെന്ന് വീണു. ഒഴുക്കടിക്കും, പക്ഷെ ആഴത്തിൽ പണിഞ്ഞതിന്റെ മേൽ ഒന്നും സംഭവിക്കത്തില്ല. ഇന്ന് പകൽ